അലൈക്കും. 7ാം ക്ലാസ്സിലെ ഫിഖ്ഹിലെ പാഠം 11ലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നോക്കുന്നത്. 1 മുതൽ 10 വരെയുള്ള വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അത് കാണുക. പുസ്തകം തുറന്ന് പിടിക്കുക. ചോദ്യങ്ങളും ഉത്തരങ്ങൾ എവിടെയാണെന്ന് നോക്കുക. പാഠം 11 അർക്കാനുൽ ഹജ്ജി വൽ ഉംറ. ഹജ്ജിന്റെ ഫർളുകൾ എത്ര? 6. ഹജ്ജിന്റെ ഫർളുകൾ ഏതെല്ലാം? 1. ഇഹ്റാം ചെയ്യൽ. 2. അർഫയിൽ നിൽക്കൽ. 3. ഇഫാദത്തിന്റെ തവാഫ് ചെയ്യൽ. 4. സഫ മർവയുടെ ഇടയിൽ 7 പ്രാവശ്യം സഈ ചെയ്യൽ. 5. തലയിൽ നിന്ന് മുടി നീക്കൽ. 6. പ്രധാന ഫർളുകൾക്കിടയിൽ തർത്തീബാകൽ എന്നീ 6 എണ്ണമാണ് ഹജ്ജിന്റെ ഫർളുകൾ. ഒന്നുകൂടെ പറയാം. 1. ഇഹ്റാം ചെയ്യൽ. 2. അറഫയിൽ നിൽക്കൽ. 3. ഇഫാദത്തിന്റെ തവാഫ് ചെയ്യൽ. 4. സഫ മർവയുടെ ഇടയിൽ 7 പ്രാവശ്യം സഈ ചെയ്യൽ. 5. തലയിൽ നിന്ന് മുടി നീക്കൽ. 6. പ്രധാന ഫർളുകളിൽ തർത്തീബാക്കൽ. ഇങ്ങനെ 6 എണ്ണമാണ് ഹജ്ജിന്റെ ഫർളുകൾ ഉള്ളത്. ഇഹ്റാം എന്നാൽ എന്ത്? ഹജ്ജിൽ ഞാൻ പ്രവേശിക്കുന്നു എന്ന് കരുതലാണ് ഇഹ്റാം. അറഫയിൽ നിൽക്കുന്നതിന്റെ സമയം എപ്പോഴാണ്? സമയം ദുൽഹിജ്ജ 9 ഉച്ച തിരിഞ്ഞത് മുതൽ പെരുന്നാൾ ദിവസത്തെ ഫജ്ർ വരെയാണ്. ഒന്നുകൂടെ പറയാം. ഹജ്ജിൽ ഞാൻ പ്രവേശിക്കുന്നു എന്ന് കരുതലാണ് ഇഹ്റാം. ദുൽഹിജ്ജ 9 ഉച്ച തിരിഞ്ഞത് മുതൽ പെരുന്നാൾ ദിവസത്തെ ഫജ്ർ വരെയാണ് അറഫയിൽ നിൽക്കുന്നതിന്റെ സമയം. ഇതൊരു അറബിയുണ്ട്, അൽ ഹജ്ജു അറഫ. അതുപോലെ തന്നെ ഇഫാദത്തിന്റെ തവാഫ് ചെയ്യുന്നതിന്റെ സമയം എപ്പോഴാണ്? അറഫയിൽ നിന്ന ശേഷമാണ് അതിന്റെ സമയം. ഒന്ന് ആദ്യമായിട്ട് പറയാം. ഹജ്ജിൽ ഞാൻ പ്രവേശിക്കുന്നു എന്ന് കരുതലാണ് ഇഹ്റാം. അറഫയിൽ നിൽക്കുന്നതിന്റെ സമയം ദുൽഹിജ്ജ 9 ഉച്ച തിരിഞ്ഞത് മുതൽ പെരുന്നാൾ ദിവസത്തെ ഫജ്ർ വരെയാണ് അതിന്റെ സമയം. ഇഫാദത്തിന്റെ തവാഫിന്റെ സമയം അറഫയിൽ നിന്ന ശേഷമാണ് അതിന്റെ സമയം. ഇതിലൊരു അറബിയുണ്ട്. ഖാലല്ലാഹു തആല വൽ അഗ്ഫലഹു ബിൽ ബൈത്തിഹിൽ അത്തീഖി. എപ്പോഴാണ് സഫ മർവയുടെ ഇടയിൽ 7 പ്രാവശ്യം സഈ ചെയ്യേണ്ടത്? ഖുദുമിന്റെയോ ഇഫാദത്തിന്റെയോ തവാഫിന് ശേഷമാണ് അത് നിർവഹിക്കേണ്ടത്. അപ്പം എവിടെയാണ് 7 പ്രാവശ്യം സഈ ചെയ്യേണ്ടത്? സഫ മർവയുടെ ഇടയിൽ. സഫ മർവയുടെ ഇടയിൽ 7 പ്രാവശ്യം സഈ ചെയ്യണം. അതുപോലെ തന്നെ സഫ മർവയുടെ ഇടയിൽ 7 പ്രാവശ്യം എപ്പോഴാണ് സഈ ചെയ്യേണ്ടത്? ഖുദുമിന്റെയോ ഇഫാദത്തിന്റെയോ തവാഫിന് ശേഷമാണ് അത് നിർവഹിക്കേണ്ടത്. ഇതിലും ഒരു അറബി പറയുന്നുണ്ട്, അത് നമുക്ക് നോക്കാം. ഖാലല്ലാഹു തആല യാ അയ്യുഹന്നാസു ഇസ്ഔ ഫഇന്ന സഅയ ഖദ് കുതിബ അലൈക്കും. അടുത്തത്, എങ്ങനെയാണ് തലയിൽ നിന്ന് മുടി നീക്കം ചെയ്യേണ്ടത്? കളയുകയോ മുറിക്കുകയോ ചെയ്യാം. ചുരുങ്ങിയത് 3 മുടി നീക്കണം. അതുപോലെ തന്നെ പുരുഷന്മാർക്ക് മുഴുവനും കളയലാണ് അഫ്ളൽ. സ്ത്രീകൾക്ക് കളയൽ കറാഹത്താണ്. ഇതിലൊരു അറബിയുണ്ട്, നമുക്ക് നോക്കാം. ഖാലല്ലാഹു തആല ലൈസ അലൻ നിസാഹി ഹലഖുൻ ഇന്നമ അലാ നിസാഹി തഖ്ലീറുഹു. തലയിൽ മുടിയില്ലാത്തവൻ തലയിൽ കത്തി നടത്തൽ സുന്നത്താണ്. ഇത് ഒന്നുകൂടെ പറയാം. എത്ര മുടിയാണ് നീക്കം ചെയ്യേണ്ടത്? തലയിൽ നിന്നും എത്ര മുടിയാണ് നീക്കം ചെയ്യേണ്ടത്? 3 മുടി നീക്കം ചെയ്യണം. പുരുഷന്മാർക്ക് മുഴുവൻ മുടി കളയൽ എന്താണ്? അഫ്ളലാണ്. പുരുഷന്മാർക്ക് മുഴുവനും കളയൽ അഫ്ളലാണ്. സ്ത്രീക്ക് മുടി കളയൽ എന്താണ്? കറാഹത്താണ്. തലയിൽ മുടിയില്ലാത്തവൻ എന്ത് ചെയ്യണം? തലയിൽ മുടിയില്ലാത്തവൻ തലയിൽ കത്തി നടത്തൽ സുന്നത്താണ്. എങ്ങനെയാണ് പ്രധാന ഫർളുകളിൽ തർത്തീബാക്കേണ്ടത്? ആദ്യം ഇഹ്റാം.
പിന്നെ അറഫയിൽ നിന്ന ശേഷം ഇഫാദത്തിന്റെ തവാഫും മുടി നീക്കലും. പിന്നെ ഖുദുമിന്റെ തവാഫിന് ശേഷം സഈ ചെയ്യാത്തവർ ഇഫാദത്തിന്റെ തവാഫിന് ശേഷം സഈ ചെയ്യണം. ഇപ്രകാരമാണ് തർത്തീബാക്കേണ്ടത്. അറഫയിൽ നിൽക്കൽ അല്ലാത്തവ ഉംറക്കും ഫർളുകളാണ്. ഫർളുകളിൽ ഒന്ന് നഷ്ടപ്പെട്ടാൽ എന്ത് സംഭവിക്കും? ഹജ്ജും ഉംറയും നഷ്ടപ്പെടും. അപ്പൊ നമ്മള് ഹജ്ജിന്റെ ഫർളുകൾ 6 കാര്യങ്ങൾ പറഞ്ഞു. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റു കാര്യങ്ങൾ പറയാം. അറഫയിൽ നിൽക്കൽ അല്ലാത്തവ ഉംറക്കും ഫർളുകളാണ്. ഫർളുകളിൽ ഒന്ന് നഷ്ടപ്പെട്ടാൽ ഹജ്ജും ഉംറയും നഷ്ടപ്പെടും. തണ്ടം കൊണ്ട് പരിഹരിക്കപ്പെടുകയില്ല. തവാഫ്, മുടി നീക്കൽ, സഈയ് ഇവയുടെ സമയത്തിന് അവസാനമില്ല. പെരുന്നാൾ ദിവസത്തെ തൊട്ട് പിന്തിക്കൽ കറാഹത്തുമാണ്. ഉംറയുടെ ഫർളുകൾ ഏതെല്ലാം? അപ്പൊ നമ്മൾ ഹജ്ജിന്റെ ഫർളുകൾ 6 പറഞ്ഞു. അതിൽ നിന്നും അറഫയിൽ നിൽക്കൽ അല്ലാത്തവ ഉംറക്കും ഫർളുകളാണ്. അപ്പൊ അറഫയിൽ നിൽക്കൽ ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും 5 കാര്യങ്ങളും ഉംറക്ക് ഫർളുകളാണ്.